ഒരു മുഅ്മിൻ അവൻ്റെ ദിവസം മുഴുവനും സുഹൃതങ്ങൾ നേടിയെടുക്കുന്ന രൂപത്തിലായിരിക്കണം ജീവിക്കേണ്ടത്. അവന് വളരെ ചെറിയ കാര്യത്തിൽ പോലും നന്മകൾ മുത്ത് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സുന്നത്തിലൂടെ പഠിപ്പിക്കുന്നുണ്ട്. അതായത് പ്രഭാതത്തിൽ അവൻ ഉണരുന്ന സമയം മുതൽക്ക് തന്നെ അവൻ്റെ ഓരോ പ്രവർത്തനത്തിലും അവൻ ശ്രദ്ധിച്ച് നോക്കിയാൽ ആ സമയങ്ങളൊക്കെ അവനക്ക് വലിയ പ്രതിഫലവും ആത്മീയ ശക്തിയും ഒക്കെ ലഭിക്കുന്ന രൂപത്തിൽ ആക്കി തീർക്കാൻ പറ്റും. അതിന് വിശുദ്ധമായിട്ടുള്ള ഖുർആനും ഹദീസും ഒക്കെ അതിന് തെളിവായിട്ട് അതിന് അനുകൂലമായിട്ട് അതിന് വിശാലമായ രൂപത്തിൽ പറയുന്നുണ്ട്. അതുകൊണ്ട് മുഅ്മിനിൻ്റെ ഓരോ ചലനവും അവൻ്റെ നന്മകൾ അധികരിപ്പിക്കുന്ന രൂപത്തിലാക്കി തീർക്കണം എന്നാണ് സാന്ദർഭികം ഞാൻ സൂചിപ്പിക്കാനുള്ളത്. ഒരു മനുഷ്യൻ ഉറക്കിൽ നിന്ന് ഉണരുന്ന സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല പിടിച്ചു വെച്ചിട്ടുള്ള റൂഹിനെ തിരിച്ചു തന്നുകൊണ്ട് കരുണ കാണിച്ചല്ലോ എന്നുള്ള ആ ഒരു നല്ല കരുതലോട് കൂടിയിട്ട് അവൻ അൽഹംദുലില്ലാഹില്ലദീ അഹ്യാനാ ബഅദമാ അമാതനാ വ ഇലൈഹി നുശൂർ, അങ്ങനെ ഒരാൾ ഉണർന്നാൽ അതിന് വളരെ സമാനതകളില്ലാത്ത പ്രതിഫലമാണ് മുത്ത് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വാഗ്ദാനം ചെയ്യുന്നത്. മരണത്തിന് സമാനമായിട്ടുള്ള ഉറക്കം, അതിൽ നിന്നും ജീവൻ നൽകിയ അള്ളാഹുവിനാണ് സർവ്വസ്തുതിയും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അള്ളാഹുവിനെ ഓർത്തുകൊണ്ടുള്ള ഒരു ദിനം എന്നാലോചിച്ച് നോക്കി. അള്ളാഹിനെ ഓർത്തുകൊണ്ടുള്ള ദിനം, അതാണ് മുഅ്മിനീങ്ങളുടെ യഥാർത്ഥത്തിലുള്ള ജീവിതത്തിൻ്റെ സ്റ്റാർട്ടിങ് എന്ന് പറയുന്നത്. ആ തുടക്കം കിട്ടിയാൽ ഒരു മനുഷ്യന് അവൻ്റെ ദിവസം മുഴുവനും അള്ളാഹ്ക്ക് ഹംദ് ചെയ്തതിന് സമാനമാണല്ലോ. രണ്ടാമത്തെ കാര്യം, മുത്ത് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, ഒരാൾ ഉറക്കിൽ നിന്നും ഉണരുമ്പോൾ അവൻ്റെ കൈ നേരെ വെള്ളമുള്ള ഒരു പാത്രത്തിലേക്ക് കൈ ഇടാൻ പാടില്ല എന്ന് മുത്ത് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതായത് അവൻ്റെ കൈകളെ 3 പ്രാവശ്യം കഴുകണമെന്ന് മുത്ത് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ശുചിത്വം എന്ന് പറയുന്നത് മുഅ്മിനിൻ്റെ ജീവിതത്തിൻ്റെ വളരെ അടുത്തൊരു ഭാഗമാണ്. ശുചിത്വമില്ലാത്ത ഒരാൾക്കും ഈമാൻ സമ്പൂർണ്ണമായി ലഭിക്കില്ല. രോഗങ്ങളിൽ നിന്നും മറ്റുമൊക്കെ സംരക്ഷണം ലഭിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് അവൻ ഉറക്കിൽ നിന്നും ഉണർന്ന ഉടനെ തന്നെ കയ്യിനെ 3 പ്രാവശ്യം കഴുകൽ പ്രത്യേകം സുന്നത്താണ്. കാരണം രാത്രി അവൻ്റെ ആ കൈ സഞ്ചരിച്ച സ്ഥലമോ ആ കൈ എവിടെയൊക്കെ സ്പർശിച്ചു എന്നുള്ള ഒന്നും അവൻക്കറിയില്ല. അത് അവൻ്റെ ശരീരത്തിന് ദോഷം വരുത്തുന്ന രൂപത്തിലാക്കുന്ന ഒരു സ്ഥലത്തേക്കാണെങ്കിൽ അത് അവൻ്റെ ശരീരത്തിന് ദോഷം വരുത്തുമല്ലോ. അതുകൊണ്ട് മുത്ത് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്ന സുന്നത്താണ് ഉണർന്ന ഉടനെ തന്നെ കയ്യിനെ 3 പ്രാവശ്യം കഴുകണമെന്ന് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉമ്മത്തിന് നൽകുന്ന വലിയ ഗുണപാഠമാണ്. മറ്റൊന്നാണ് സിവാക്ക് ചെയ്യുക, പല്ല് തേക്കുക എന്ന് പറയുന്ന വളരെ മനോഹരമായിട്ട് ഇസ്ലാം അത്രക്കും ഗൗരവത്തിൽ പറയുന്ന ഒരു വിഷയമാണ് സിവാക്ക് ചെയ്യുക എന്ന് പറയുന്നത്. എൻ്റെ ഉമ്മത്തിന് ഇത്രത്തോളം പ്രയാസം ഉണ്ടാകില്ല എന്ന് എനിക്ക് തോന്നുകയാണെങ്കിൽ ഞാനത് എല്ലാ നിസ്കാരത്തിൻ്റെ സമയത്തും അത് ചെയ്യണമെന്ന് നിർബന്ധത്തോടു കൂടി കൽപ്പിക്കുമായിരുന്നു എന്ന് മുത്ത് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. വായ വൃത്തിയാക്കുക എന്ന് പറയുന്നത് വളരെ ഗൗരവമാണ്. ഒരു മനുഷ്യൻ അവൻ നല്ല രൂപത്തിൽ ജീവിക്കുന്ന ഒരാളാണ്, അവൻ സൗന്ദര്യത്തെ കാത്തു സൂക്ഷിക്കുന്ന ആളാണ്. മനോഹരമായ സൗന്ദര്യത്തിൻ്റെ എല്ലാവിധ തലങ്ങളിലേക്ക് സഞ്ചരിച്ചുകൊണ്ടും സുഗമ വരച്ചുകൊണ്ടും അവൻ്റെ എല്ലാവിധ സൗന്ദര്യവും വസ്ത്രം കൊണ്ടാകട്ടെ എല്ലാം കൊണ്ടും മുഞ്ചുള്ള രൂപത്തിൽ നടക്കുന്ന അവൻ വായ വൃത്തിയാക്കാത്ത രൂപത്തിൽ ഒരാളോട് സംസാരിച്ചാൽ ആ വായയുടെ ദുർഗന്ധം മതിയല്ലോ അവൻ്റെ എല്ലാവിധ ജമാലിയത്തും എല്ലാവിധ ഭംഗിയും ഇഷ്ടപ്പെടാൻ. വായിൽ നിന്ന് വരുന്ന ദുർഗന്ധം അത്രക്കും ജനങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത ഒന്നായതുകൊണ്ട് തന്നെ ഇസ്ലാം അതിനെ ഗൗരവത്തിൽ കാണുന്നുണ്ട്. വായ വൃത്തിയാക്കണം. നിസ്കാരത്തിൻ്റെ സമയത്ത് റബ്ബിനോട് മുനാജാത്ത് നടത്തുമ്പോൾ വായ വൃത്തിയാക്കണം. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ വായ വൃത്തിയാക്കണം. ഇങ്ങനെ അള്ളാഹുവിൻ്റെ ഏറ്റവും പ്രിയമുള്ള പ്രവൃത്തിയായിട്ട് മുത്ത് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പരിചയപ്പെടുത്തിയത് ഇത്തരത്തിൽ പല്ല് തേക്കുക എന്നുള്ള, പല്ല് വൃത്തിയാക്കുക എന്നുള്ളതാണ്. മനുഷ്യൻ സംസാരിക്കുമ്പോൾ അവൻ്റെ പല്ല് വെളിപ്പെടും. ആ പല്ല് വൃത്തി ഉള്ള രൂപത്തിലാകുമ്പോൾ അള്ളാഹുക്ക് ഇഷ്ടമാണ്. നമുക്കറിയാം, മരണസമയത്ത് പോലും മുത്ത് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആയിഷ ബീവിയുടെ മടിയിൽ ഇങ്ങനെ തല വെച്ച് കിടക്കുമ്പോൾ ആയിഷ ബീവിയോട് മുത്ത് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പല്ല് തേച്ച് കൊടുക്കാൻ ആവശ്യപ്പെട്ടിരുന്നു. പല്ല് എപ്പോഴും തേക്കുന്ന, അത് പതിവാക്കുന്ന ആളുകൾക്ക് റൂഹ് പെട്ടെന്ന് മരണസമയത്ത് ഊരിപ്പോകുന്നതുകൊണ്ട് അധികം പ്രയാസങ്ങളൊന്നും പ്രതിസന്ധികളൊന്നും ഇല്ലാത്ത രൂപത്തിൽ എളുപ്പത്തിൽ റൂഹ് ഊരിപ്പോരുന്ന സാഹചര്യം വരുമെന്ന് മുത്ത് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. ഇങ്ങനെ അവൻ്റെ ശാരീരികമായിട്ടുള്ള ആത്മീയമായിട്ടുള്ള പുരോഗതിക്ക് പല്ല് തേക്കൽ വളരെ അനിവാര്യമാണ്. മറ്റൊന്ന് വുളൂ ചെയ്യുക എന്നുള്ളത്. വുളൂ ചെയ്തിട്ട് അവൻ തഹജ്ജുദ് നമസ്കാരം നിസ്കരിക്കുക, സുബ്ഹി നമസ്കാരം നിസ്കരിക്കുക എന്നുള്ളതാണ്. മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബർദൈനി എന്ന് പറഞ്ഞുകൊണ്ട് 2 നിസ്കാരത്തെ പരിചയപ്പെടുത്തുന്നുണ്ട്. ഒന്ന് സുബ്ഹി നിസ്കാരമാണ്, മറ്റൊന്ന് അസർ നിസ്കാരമാണ്. സുബ്ഹി നിസ്കാരം എന്ന് പറയുന്നത് മലക്കുകൾ വന്നുകൊണ്ട് മലക്കുകൾ കൂട്ടത്തിലിരുന്നു കൊണ്ട് നിസ്കരിക്കുന്ന നിസ്കാരമാണെന്ന് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വർഗ്ഗത്തിലേക്ക് പ്രവേശിക്കാൻ കാരണമാക്കുന്ന വലിയ പ്രതിഫലമുള്ള നിസ്കാരമാണ്. മൻ സല്ലൽ ബർദൈൻ ദഖലൽ ജന്ന മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ബർദൈൻ എന്ന് പറയുന്ന 2 നിസ്കാരം, അത് അസറുമാണ്,
സുബിഹമാണ്. ഇത് രണ്ടും ഒരാൾ നിസ്കരിച്ചാൽ ദഖലൽ ജന്ന, അവൻ സ്വർഗത്തിൽ കടന്നിട്ടുണ്ട്, സ്വർഗത്തിൽ കടന്നവനായിട്ടുണ്ടെന്ന് മുത്ത് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ സുബഹി നമസ്കാരത്തിന് നല്ല വുളൂ ഒക്കെ എടുത്തുകൊണ്ട്, സമ്പൂർണ്ണമായൊരു വുളൂ അതെടുത്തുകൊണ്ട് നമ്മൾ നിസ്കരിച്ചിട്ട് അല്ലാഹുവിൻ്റെ വജഹിന് വേണ്ടിയിട്ട് നമ്മൾ നിസ്കാരത്തെ സമർപ്പിക്കുക. മാത്രമല്ല സുബഹിക്ക് മുമ്പ് 2 റക്അത്ത് പ്രത്യേക സുന്നത്താക്കപ്പെട്ടതാണ്. ഈ ലോകവും അതിലുള്ള എല്ലാ കാര്യങ്ങളെക്കാളും വളരെ അമൂല്യമായ ഒന്ന്, വിലപ്പെട്ട ഒന്നായിട്ട് മുത്ത് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരിചയപ്പെടുത്തുന്നത് റക്അത്തുൽ ഫജ്ർ, സുബഹിക്ക് മുമ്പ് നിസ്കരിക്കുന്ന 2 റക്അത്ത്. ഖൈറും മിനദ് ദുനിയാ വമാ ഫീഹാ, ദുനിയാവിൽ എന്തൊക്കെയുണ്ടോ അതിനേക്കാളും ഖൈറുള്ളതാണ് 2 റക്അത്ത് നിസ്കാരമെന്ന മുത്ത് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ ഒരു വിലപ്പെട്ട ആ ഒരു നന്മ നമ്മുടെ ജീവിതത്തിൽ നഷ്ടപ്പെടുത്താൻ പാടില്ല. സുബഹി 2 റക്അത്തുള്ളൂ, അതിന് കൂടുതൽ ഈ 2 റക്അത്ത് നിസ്കരിച്ചാൽ ദുനിയാവിൻ്റെ ഈ പളങ്ക്, ഈ ഇത്രക്കും വിലപ്പെട്ടത് എന്തൊക്കെയുണ്ടോ അതിലൊക്കെ അമൂല്യമായ ഒന്നായിട്ട്, അത്രത്തോളം പ്രതിഫലം ലഭിക്കുന്ന ഒന്നായിട്ട് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പരിചയപ്പെടുത്തുന്ന ആ നിസ്കാരത്തെ ഒരിക്കലും കളയാൻ പാടില്ല. മാത്രമല്ല സുബഹി നിസ്കാരത്തിന് ശേഷം ദിക്റും ദുആയൊക്കെ പതിവാക്കണം. ഹജ്ജും ഉംറയും ഒക്കെ ചെയ്യുന്ന ഒരു പ്രതിഫലമുണ്ട് എന്ന് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത് ഇത്തരത്തിൽ ദിക്റും ദുആവുമെല്ലാം പതിവാക്കുന്ന ആളുകൾക്കാണ്. മൻ സല്ലൽ ഫജ്റ ഫീ ജമാഅത്തിൻ, അങ്ങനെ പറയുന്നുണ്ട്, ഹദീസിൽ കാണാൻ പറ്റും, തുറമുദ് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാൻ പറ്റും, ഒരാൾ സുബഹി നിസ്കാരം ജമാഅത്തായിട്ട് നിസ്കരിച്ചു, എന്നിട്ട് സൂര്യൻ ഉദിക്കുന്നത് വരെ അവൻ ഇരുന്നു കൊണ്ട് അള്ളാഹുവിനെ ദിക്ർ ചൊല്ലിക്കൊണ്ടിരുന്നാൽ, എന്നിട്ട് സൂര്യൻ ഉദിച്ച ശേഷം അവൻ 2 റക്അത്ത് നിസ്കരിച്ചുകൊണ്ട് അവൻ വീട്ടിലേക്ക് തിരിച്ചു പോകുന്ന അവസ്ഥയിലേക്ക് ദിക്ർ ചൊല്ലിക്കൊണ്ട് പള്ളിയിൽ ഇങ്ങനെ ഇരിക്കുകയാണെങ്കിൽ, സൂര്യൻ നിസ്കരിച്ചു, ജമാഅത്തായിട്ടാണ് നിസ്കരിച്ചത്, എന്നിട്ട് ജമാഅത്ത് നിസ്കാരത്തിന് ശേഷം പള്ളിയിൽ ഇരുന്നു കൊണ്ട് ദിക്ർ ചൊല്ലി ഖുർആൻ ഓതിക്കൊണ്ടിരുന്നാൽ കാനത്ത് ലഹു കഅജ്രി ഹജ്ജത്തിൻ വ ഉംറത്തിൻ താമൻ എന്ന് പറയുന്ന ഹദീസ് കാണാൻ പറ്റും. അവൻ ഒരു ഹജ്ജും ഒരു ഉംറയും സമ്പൂർണ്ണമായിട്ടും ചെയ്തതിൻ്റെ പ്രതിഫലം അവർക്ക് ലഭിക്കുമെന്ന് മുത്ത് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത്തരത്തിൽ വളരെ മഹത്തായിട്ടുള്ള ഒന്നാണ് സുബഹി നിസ്കാരത്തിന് ശേഷം ഒരു ദുഹയുടെ സമയം വരെ പള്ളിയിൽ നിന്ന് കൊണ്ട് ഇബാദത്ത് ചെയ്യുക. മാത്രമല്ല മുത്ത് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, അസ്ബഹൽ മുൽക്കു ലില്ലാഹ് എന്ന് പറയുന്ന പ്രഭാതത്തിൻ്റെ സമയത്ത് ചെല്ലാനുള്ള ദിക്റുണ്ടല്ലോ, ആ ദിക്ർ ചെല്ലുന്ന ആളുകൾക്ക് ദുനിയാവിൻ്റെ ഒരു ഷെറും ഏൽക്കില്ല എന്ന് മുത്ത് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ദിനം മുഴുവനും അവനക്ക് സംരക്ഷണമായിരിക്കും. അസ്ബഹൽ മുൽക്കു ലില്ലാഹ് എന്ന് പറയുന്ന ദിക്റുണ്ട്. ശൈത്താനിൽ നിന്ന് സുരക്ഷയാണ് ഇങ്ങനെയുള്ള ദിക്ർ. മാത്രമല്ല ഏത് നന്മ ചെയ്യുമ്പോഴും നിയ്യത്ത് നന്നാക്കി ചെയ്യാൻ നോക്കുക. ഇന്നമൽ അഅ്മാലു ബിന്നിയ്യാത്ത്, സാധാരണ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അതിന് പോലും ഇബാദത്തിൻ്റെ കൂലിയുണ്ടെന്ന് മുത്ത് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ബുഖാരി മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. ഏത് പ്രവർത്തനത്തിനും കൂലി കൽപ്പിക്കപ്പെടുന്ന നിയ്യത്തുകളെ കൊണ്ടാണ് മുത്ത് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. മാത്രമല്ല സൂര്യോദയത്തിൻ്റെ സൂര്യോദയത്തിൻ്റെ ആദ്യ സമയത്ത് നിസ്കരിക്കുന്ന ഇശ്റാഖ് നമസ്കാരമുണ്ട്. അതും വളരെ മഹത്വമുള്ളതാണ്. ദുഹക്ക് തൊട്ട് മുമ്പ് ദുഹ ആ സമയത്ത് നിസ്കരിക്കാവുന്നതാണ്. ദുഹ ആ ഒരു സൂര്യോദയം കഴിഞ്ഞ ഉടനെ നിസ്കരിക്കുന്ന നിസ്കാരമാണ് ഇശ്റാഖ് നമസ്കാരം. അതും പ്രത്യേകമായിട്ട് നിസ്കരിക്കാൻ വളരെ മഹത്വം കൽപ്പിക്കപ്പെടുന്ന നിസ്കാരമാണ്. ഈ ഒരു പറയപ്പെടുന്ന ദുഹാ നമസ്കാരത്തിൻ്റെയൊക്കെ മഹത്വം പറയുന്നിടത്ത് കാണാൻ പറ്റും, എല്ലാ ശരീരത്തിൻ്റെ ഓരോ കെണുപ്പുകളും ഓരോ സന്ധികളും, ആ സന്ധികൾക്കും സ്വതക്ക കൊടുത്തതിൻ്റെ കൂലിയുണ്ട് എന്ന് മുത്ത് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരിചയപ്പെടുത്തുന്ന നിസ്കാരമാണ് ദുഹ അല്ലെങ്കിൽ ഇശ്റാഖ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു നിസ്കാരവും നമ്മൾ കൃത്യമായിട്ട് നിസ്കരിക്കാനൊക്കെ ശ്രദ്ധിക്കണം. അതായത് ദിവസം മുഴുവനും ബറക്കത്ത് നിലനിർത്തണമെങ്കിൽ നമ്മുടെ അമലുകളൊക്കെ നമ്മൾ കൃത്യമായിട്ട് ശരിപ്പെടുത്തണം. അങ്ങനെ ശരിപ്പെടുത്തുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ബറക്കത്ത് വളരെ വ്യാപകമായിട്ട് ലഭിക്കും. മാത്രമല്ല റൂഹാനിയത്ത് എന്ന് പറയുന്ന ഒരു ദൈവിക ശക്തി ഉണ്ടല്ലോ, അത് നമ്മുടെ ജീവിതത്തിൽ വർദ്ധിക്കും. ശൈത്താൻ്റെ സംരക്ഷണം, സ്വർഗത്തിലേക്ക് പെട്ടെന്ന് എത്തിപ്പെടാൻ പറ്റും. ഇങ്ങനെ ഈ പുലരി സമയം മുതൽക്ക് നമുക്കൊരു വിശ്വാസത്തിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഈ ഇബാദത്തുകളൊക്കെ, ഈ സുന്നത്തുകളൊക്കെ പാലിച്ചാൽ അവന് ദിവസം മുഴുവൻ ഇബാദത്ത് ലഭിക്കുന്ന പുണ്യമുണ്ട് എന്നാണ് ഹദീസുകളെ പണ്ഡിതന്മാരൊക്കെ നമുക്ക് വിശദീകരിച്ചു തന്നെ. അതുകൊണ്ട് ഇത്തരത്തിൽ നമ്മുടെ അമലുകളൊക്കെ ഒന്ന് ശരിപ്പെടുത്തുക. അമലുകളൊക്കെ ആഖിറത്തിൽ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട്, അങ്ങനെയല്ലേ, ആഖിറത്തിൽ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട്, അള്ളാഹുവിൻ്റെ തൃപ്തിക്ക് വേണ്ടിയിട്ട്, അള്ളാഹിൻ്റെ റിളക്ക് വേണ്ടിയിട്ട്, അള്ളാഹിൻ്റെ റഹ്മത്ത് ലഭിക്കാൻ വേണ്ടിയിട്ട്, ആളുകളെ കാണിപ്പിക്കാനല്ല, ആളുകൾ അതൊക്കെ കാണാനും ആളുകൾ നമ്മളെ പറ്റിയിട്ട് നല്ല വിചാരിക്കണം എന്ന് കരുതിയിട്ടൊന്നല്ല, അള്ളാഹിൻ്റെ വജീഹിന് വേണ്ടിയിട്ട് ഓരോ പുലരിയും ശ്രദ്ധിച്ചാൽ, എഴുന്നേൽക്കുന്ന സമയം മുതൽക്ക് തന്നെ നമ്മൾ ഈ ഒരു കാര്യം ശ്രദ്ധിച്ചാൽ ആ ഒരു സമയം നമുക്ക് അനുഗ്രഹമായിട്ട് ബറക്കത്തായിട്ട് കിട്ടും. അള്ളാഹിൻ്റെ ബറക്കത്ത് നമുക്ക് ജീവിതത്തിലാണ് കിട്ടിയാൽ പിന്നെ അള്ളാഹു അവനെ ഏറ്റെടുത്തതിന് സമാനമാണ്. അവൻ്റെ അന്ന് ചെയ്യുന്ന എല്ലാ കാര്യത്തിനും അള്ളാഹിൻ്റെ ഹിഫാദത്ത് ഉണ്ടാവും, അള്ളാഹിൻ്റെ പ്രത്യേകമായിട്ടുള്ള പരിഗണനയും സംരക്ഷണമൊക്കെ ഉണ്ടാവും. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ട വിശ്വാസികളെ, പുലരി സമയം മുതൽക്ക് തന്നെ അള്ളാഹുവിൻ്റെ ആ ഒരു തവക്കുലാക്കിക്കൊണ്ടുള്ള, അള്ളാഹുവിൽ നിന്നുള്ള പ്രതിഫലത്തെ കാംക്ഷിച്ചു കൊണ്ടുള്ള രൂപത്തിലുള്ള അമലുകളൊക്കെ ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം. നമുക്ക് അതൊക്കെ തന്നെ ഈ ലോകത്ത് ഉണ്ടാവുകയുള്ളൂ. അള്ളാഹു ഖൈറിനെ പ്രദാനം ചെയ്യട്ടെ.